ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തണ്ണിമത്തം വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ചൂടിനും നോമ്പ് കാലത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ ഇതുപോലൊന്ന് തണ്ണിമത്തനൊന്ന് നമ്മളൊന്ന് കൊത്തിയരിഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വത്തക്കയുടെ തൊണ്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സാധാ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഇതിലേക്ക് ഇനി വേറെ ഇൻഗ്രീഡിയൻസും ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പോളം ചൊവ്വരി ഒന്ന് 4 വിസിൽ കുക്കറിൽ അടിച്ചെടുത്ത് വേവിച്ചിട്ട് അതിലെ പശയൊക്കെ മാറ്റിക്കളഞ്ഞതിന് ശേഷം അതും കൂടെ ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട്. നമ്മളിത് നല്ല രീതിയിൽ വെന്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ പായസത്തിലേക്ക് ചേർക്കുന്നത് പോലെ നമ്മളിത് വീണ്ടും ചൂടാക്കി എടുക്കുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു നേന്ത്രപ്പഴം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നേന്ത്രപ്പഴത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ നല്ലത്. ചെറുപഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിനേക്കാളും ചെറുപഴമാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറുപഴം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു അളവിലേക്കുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് പാല് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് കാഷ്യൂനട്ട്, ബദാം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ തണ്ണിമത്തന് ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തണ്ണിമത്തം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചൂടുകാലത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാനിതൊന്ന് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു നോമ്പ് കാലത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നമുക്ക് ക്ഷീണം മാറാനും അതുപോടൊപ്പം തന്നെ ദാഹമൊക്കെ മാറിയിട്ട് നല്ലൊന്ന് കൂളാവാനൊക്കെ സഹായിക്കുന്ന ഒരു തണ്ണിമത്തം വെച്ചിട്ടുള്ള ഡ്രിങ്കാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.